ജാസ്മിനും ഗബ്രിയും ഇനി ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടും. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയുമാണ്. അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് പുറത്ത് കളയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. എന്തായാലും ഇന്ന് ലൈവില് നമ്മുടെ ജിൻഡോ, അഭിഷേക്, ഋഷി എന്നിവർ 3 പേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. 3 പേരുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവരെ കുറിച്ചാണ്, ജാസ്മിനും ഗബ്രിയെയും കുറിച്ചാണ്. നാളെ മുതൽ അവരെ ടാർഗറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടുപേരും എത്ര സെന്റിമെന്റ്സ് നാടകമോ മറ്റെന്ത് നാടകം ഇറക്കിയിട്ടും യാതൊരു കാര്യമില്ല. ഇപ്പോൾ അവർ വീക്കായിരിക്കുന്ന സമയമാണ്. ഇപ്പൊ അടിച്ചു പുറത്ത് കളയണം എന്നുള്ളതാണ് അവിടെ അഭിഷേകിന്റെ പ്ലാൻ. കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ജിൻഡോനോട് ചോദിച്ചു, ഋഷിയുടെ അടുത്ത് ചോദിച്ചു. രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ജിൻഡോ ഡബിൾ ഓക്കെയാണ്. ഞാനല്ലേ ഇന്ന് കാലത്ത് തന്നെ ആ പ്രശ്നത്തിന് തിരികൊളുത്തിയത്. ഞാൻ ആ തിരികൊളുത്തിയതിനു ശേഷം 2 എണ്ണം ഹോസ്പിറ്റലിൽ പോയി വന്നില്ലേ, 2 എണ്ണത്തിന് ഞാൻ ഈ പരുവത്തിലാക്കിയില്ലേ എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഞാനാണ് 2 എണ്ണത്തിന് ഇന്ന് ഈ പരുവത്തിലാക്കിയത് എന്നുള്ള ക്രെഡിറ്റ് ആണ് ജിൻഡോ അവിടെ ചോദിച്ചു വാങ്ങിയത്. എന്തായാലും ആ ക്രെഡിറ്റ് ഒക്കെ ജിൻഡോയ്ക്ക് തന്നെ ഇരിക്കട്ടെ. അപ്പോ എന്തായാലും അഭിഷേകിന്റെ പ്ലാനോട് കൂടി ഇവരെ 3 പേരും ഇന്ന് ചർച്ച ചെയ്ത കാര്യമാണ്. നാളെ മുതൽ അവിടെ ജാസ്മിനും ഗബ്രിക്കും ഒരു തരത്തിലുള്ള സൗകര്യവും കൊടുക്കില്ല എന്നുള്ളതാണ്. രണ്ടിനും തൂക്കിയെടുത്ത് വെളിയിൽ കളയും. എത്ര സെന്റിമെന്റ്സ് കാണിച്ചിട്ട് എന്ത് കാണിച്ചിട്ട് 2 എണ്ണത്തിന് വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു ഗെയിമാണ്. ഗെയിമിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ സെന്റിമെന്റ്സിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. തൂക്കിയെടുത്ത് വെളിയിൽ കളയണം എന്നുള്ളതാണ് അഭിഷേകിന്റെ അഭിപ്രായം. അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ഋഷി ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും. പിന്നെ അഭിഷേക് പറയുന്നുണ്ട്, നമ്മുടെ അബീരടുത്ത് ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അഭിഷേക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യെല്ലോ കാർഡ് കിട്ടി എന്നുള്ളത് കൊണ്ട് അബീരടുത്ത് എന്തെങ്കിലും സംസാരിച്ച് റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും എന്നുള്ളത് കൊണ്ട് അബീരടുത്ത് മുട്ടാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്ത് മുട്ടാനാണ് ഇപ്പോൾ അഭിഷേക് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഏറ്റവും വീക്കായിരിക്കുന്ന 2 കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനാണ്. അപ്പൊ അവരെയാണ് ആദ്യം ഉന്നം വെച്ചിട്ടുള്ളത്. ഒരു തരത്തിലും അവരെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് ഇവർ 3 പേരും സംസാരിച്ചു വെച്ചിട്ടുള്ളത്.